എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു മുട്ടക്കറിയാണേ. മുട്ട എടുത്തിട്ടുണ്ട്, ഉള്ളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലി, ഒരു 7-8 ബദാം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം. നമുക്ക് ആദ്യം ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മുളകും മല്ലിയും പെരിഞ്ജീരകവും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബദാമും ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണേ. ആ ചട്ടി തന്നെ നമ്മൾ ചൂടാക്കി ഒരു തക്കാളി നമ്മൾ ഇതുപോലെ ചിരണ്ടിയെടുക്കണം. തൊലി കഴിക്കുകയല്ല, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തൊലി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ച സാധനം ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിക്കണം. പൊടിച്ചിട്ട് കൊണ്ടുവരാം ആദ്യം. ഇപ്പോൾ പൊടിച്ച് ഇനി നമ്മൾ ഒരു വലിയ സ്പൂണ് തൈരാണ് ഒഴിക്കുന്നത്. പുളിയുള്ള തൈര് എടുക്കരുത്, അതും പൊടിക്കാം. പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത മുട്ട ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കണം. മസാലയൊക്കെ അകത്ത് കയറാനാണ്. ഇനി നമ്മളൊരു ചട്ടി അങ്ങോട്ട് ചൂടാക്കാം. അതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമല്ല, സവാള ഫ്രൈ ആക്കിയെടുക്കാം. ഇതും നമ്മൾ ആ കൂട്ടിനകത്തിട്ട് അരയ്ക്കാനുള്ളതാണ്. ഇതും ഇവിടെ നിന്ന് ഒന്ന് തണുക്കട്ടെ. ഇനി നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 5 മുട്ട പുഴുങ്ങിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മുട്ടയുടെ പുറം ഭാഗം നമുക്കൊന്ന് മുരിച്ചെടുക്കാമേ. ഒരു പിഞ്ച് ചുവന്ന മുളക്, ഇച്ചിരി മഞ്ഞൾ, ഒരു നുള്ള ഉപ്പ്, ഇത്രയിട്ട് മുട്ട നമ്മൾ ഫ്രൈ ചെയ്തിപ്പോൾ ഇങ്ങെടുത്ത്. മുട്ടയ്ക്കൊരു കളറൊക്കെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചില്ല, മുഴുവനായിട്ടായിട്ടത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള പൊടിയായിട്ട് അരിയണം, അതും കൂടിട്ട് വഴറ്റാം. മുട്ട വറുത്ത എണ്ണ തന്നെയാണ് അതാ ഒരു കളർ ഇരിക്കുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ല ഗോൾഡൻ കളർ ആകും വരെ സവാളയെ വഴറ്റിയെടുക്കണം. നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആകുകയും ചെയ്യും. തക്കാളി ഇട്ട ഉടനെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്ത്. അപ്പോൾ തക്കാളി ഒന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങാനും സോഫ്റ്റ് ആകാനും ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, തക്കാളിയെന്ന് എണ്ണ തെളിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല പരുവായെന്നാണ് ഉണ്ടോ എണ്ണ ഇറങ്ങി വരുന്നത്. ഇനി നമ്മൾ അരച്ചില്ലേ പേസ്റ്റ്, അതായത് മുളക്, മല്ലി, ജീരകം, പെരിഞ്ജീരകം, വഴറ്റിയ ഉള്ളി, ബദാം എല്ലാം കൂടെ പേസ്റ്റ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. മിക്സി കഴുകി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം.
ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ മുട്ടയിൽ. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ഗരം മസാല, മല്ലിയില അരിഞ്ഞത്, ഇത്ര ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയേ. ഇപ്പം നമ്മുടെ കറി തണ്ട ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.